ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ 3-ാം ദിവസമാണ് കേട്ടോ, ഞങ്ങളുടെ ടൂറിൻ്റെ 3-ാം ദിവസമാണ്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ കൂർഗിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഇന്നും കാണാനുള്ള സ്ഥലങ്ങളെല്ലാം ഇവിടെ തന്നെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ ദൂരെ പോകണം, എന്നിട്ട് പിന്നെ കാണാനുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അവർ കൊണ്ടുപോകും. പക്ഷേ ഇന്നിവിടെ നല്ല ഇന്നലെ രാത്രി തൊട്ട് നല്ല കാറ്റും മഴയും കോടമഞ്ഞും നമുക്ക് ദൂരേക്ക് കാണുന്നില്ലേ. അപ്പം അതുകൊണ്ട് യാത്രയ്ക്ക് എന്തോരം പോകാൻ പറ്റും, എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞങ്ങളിന്ന് നോക്കുമ്പോൾ 11 മണി വരെ മഴ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് മഴ കുറയും. അപ്പോൾ ഇന്നത്തേക്ക് എങ്ങനെയെങ്കിലും പോയി കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. നാളെ മറ്റന്നാൾ ഊട്ടിയിലാണ്, അവിടേക്ക് പറഞ്ഞു വിടില്ലെന്ന് അറിയില്ല. അവിടെ റെഡ് അലേർട്ടാണ്, അത് മാറോ ഇല്ലേ ഒന്നും അറിയില്ല. ഇന്നത്തേക്കും കൂടി റെഡ് അലേർട്ട് പറഞ്ഞിട്ടുള്ളൂ, നാളെ തൊട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ യാത്ര ചെയ്യാൻ പറ്റും, ഇവിടേക്ക് പോകാൻ പറ്റുമെന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ രാവിലെ ഏറ്റവും ഫ്രഷായി എല്ലാം കഴിഞ്ഞു. ഇനി താഴേക്ക് ഞങ്ങൾ പോകണം. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ തന്നെയാണ്, നമുക്ക് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റാണ് താഴേന്ന്. അപ്പോൾ ലഞ്ചും ഡിന്നറൊക്കെ നമ്മൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് വാങ്ങി കഴിക്കുക, അങ്ങനെയാണ് നമ്മുടെ ടൂർ പാക്കേജിൽ അവർ പറഞ്ഞേക്കണം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. കാരണം ഞങ്ങൾക്കിവിടെ ഇറങ്ങേണ്ടത് 10 മണിക്കാണ്. അപ്പോൾ ഞാനും മഞ്ജുവൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അനിയത്തി ഫാമിലിയൊന്നും ഇപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല. അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്ന് തിരിച്ചു കയറി വന്നിട്ട് ഡ്രസ്സൊക്കെ മാറുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ താമസിക്കുന്നത് 4th ഫ്ലോറിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ലിഫ്റ്റുണ്ട് ഇവിടെ, ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പുറത്തിറങ്ങണം. നമുക്ക് കൂപ്പൺ കിട്ടും, കൂപ്പൺ വെച്ചാണ് നമ്മൾ ഉള്ളിലേക്ക് കിടക്കുന്നത്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടത്. ഇത് നമ്മുടെ അരിയുണ്ട പോലത്തെ ഒരു ഐറ്റം. ഇവിടെ വടയായിരുന്നു, വട കഴിഞ്ഞു പിടിക്കും. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇത് ചട്നി, ഇത് കടലക്കറി, പിന്നെ ഇവിടെ എന്താ പറയുക ലെമൺ റൈസ്, പക്ഷേ അതിനകത്ത് കപ്പലണ്ടി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇത് ലെമൺ റൈസ്, പിന്നെ ഇത് ഉപ്പുമാവ്. ഇവിടെ ഒരു സ്വീറ്റ് ഡിഷ്, ഇവിടെ ബ്രെഡ്, ഇവിടെ ബട്ടർ ജാം, ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് ബട്ടർ ജാം. പിന്നെ ഇവിടെ കെറ്റിൽ വെച്ചിട്ടുണ്ട് കോഫി ടീയുടെ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് മുകളിലേക്ക് കയറി വന്ന് ഇവരെല്ലാം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഓക്കെ, പോവാന്ന് മഴയിൽ നനയാനാ. പുറത്ത് നല്ല സൂപ്പർ മഴയാണ്. ജോജി ഗുഡ് മോർണിംഗ്. ആ, അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്ര തുടങ്ങാം. പെരുമഴയത്താണ് ഇന്നത്തെ യാത്ര. 2 മണിക്കൂർ എന്തായാലും യാത്ര തന്നെയാണ്. മഴ നമ്മൾ ചതിക്കില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നടക്കാം. ആണോ? പക്ഷെ 2 മണിക്കൂർ നിന്നല്ല പറഞ്ഞ ഡയറക്റ്റ് അവിടേക്ക് പോകുന്ന പറഞ്ഞു. 2 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് എന്നാണ് ഇന്നലെ പറഞ്ഞത്. അറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. എല്ലാവരും ഇവിടെ ലിഫ്റ്റ് കാത്ത് നിൽക്കുകയാണ്. ലിഫ്റ്റ് കാത്ത് നിൽക്കുന്നു. ഓപ്പൺ. യെസ്. പുറത്തവസ്ഥ കണ്ടില്ലേ, ഭയങ്കര കോടമഞ്ഞ, ഒന്നും കാണില്ല. അതാണ് പുറത്തവസ്ഥ. എന്തായാലും നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് നടക്കണം. വണ്ടി ഇതാ ഇവിടെ. ഡ്രൈവർ ചേട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. മഴ എന്തായാലും കുറച്ച് കുറഞ്ഞു. നമ്മൾ ഇറങ്ങിയ സമയത്ത് നല്ല മഴയായിരുന്നു. ഇപ്പം അതിനേക്കാളും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. വഴിയൊക്കെ ക്ലിയറായി തുടങ്ങി.
വലിയ പ്രശ്നമില്ല. ഇങ്ങനെയൊക്കെ നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു ഇന്നത്തെ ദിവസം. മഴക്കാറുണ്ട്, എന്നാലും ഇപ്പം അറ്റ് പ്രസന്റ് മഴയില്ലാതെ അങ്ങനെ നീങ്ങുന്നുണ്ട്. ഭാഗമണ്ഡാല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം കാണാൻ പോകുന്നതാണ്. എന്താന്ന് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അറിയുള്ളൂ. ടെമ്പിളാന്നാ പറഞ്ഞത്. എന്തായാലും അവിടെ ചെന്ന് നമുക്ക് കാണാം. മഴയൊക്കെ മാറി വെയിലൊക്കെ ആയി തുടങ്ങി. ചെറിയൊരു വെയിൽ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ നീങ്ങാം. ഞങ്ങളുടെ യാത്ര സുഖമാക്കാൻ വേണ്ടി ദൈവം വെയിൽ കാണിക്കുന്നു. Indigo and violet too. These are all the colors of the rainbow. Yeah, we're making rainbows. Yeah, we're making. നമ്മൾ കണ്ട വെയിലൊക്കെ മാറി പയ്യെ അതേ വഴിയിൽ വീണ്ടും മഴ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വണ്ടികളൊക്കെ പോകുന്നു വരുന്നു. വലിയ പ്രശ്നമില്ലാതൊക്കെയാണ് നീങ്ങുന്നുണ്ട്. ഇവിടെ ഹോട്ടലിൽ നിന്ന് 2 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. ഭാഗമണ്ഡാല ആ ടെമ്പിളിലേക്ക് 2 മണിക്കൂർ യാത്രയുണ്ടെന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഏതോ ഒരു ടൗണിൽ എത്തിയിട്ടുണ്ട്. 2 സൈഡിലും ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ടൗണാണ്. എന്തായാലും പോകുന്ന വഴിക്ക് കാണുന്ന ഒരു ടൗണാണ്. ഇവിടെ ഒരു സ്ഥലത്ത് ബോർഡ് കണ്ടു, ചേരമ്പനെ എന്ന് പറയുന്ന ടൗണാണെന്ന് തോന്നുന്നു. ചേരമ്പനെ പല സ്ഥലങ്ങളിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഉറപ്പിച്ചു. ചേരമ്പനെ എന്ന് പറയുന്ന ഒരു ടൗണാണ്. വീണ്ടും മഴ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് മഴ മാറുമ്പോൾ ഉടനെ ഒരു തെളിച്ചോ ചെറിയ വെയിൽ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ മഴ. ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ആയാലും പ്രശ്നമില്ല. വലിയ മഴ ഹെവി റെയിൻ അങ്ങോട്ട് വരാതിരുന്നാൽ മതി. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നോ പ്രോബ്ലം. ഇവിടെയൊക്കെ ഇങ്ങനെ കൂടുതലും സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ഓട് വീടുകളൊക്കെ കാണാം. പണ്ടത്തെ ഓർമ്മയൊക്കെ പുതുക്കാം. ഒരു ഗ്രാമം മാതിരിയത്. ടൗൺ ഏരിയ കഴിഞ്ഞു. വീണ്ടും നമ്മളതേ യാത്ര തുടങ്ങിയേക്കണം. ഫുൾ പച്ചപ്പാണ് കേട്ടോ. 2 സൈഡും നല്ല രസം കാണാൻ. എന്തായാലും ഗ്രീനറി. പിന്നെ കുറേ സ്ഥലങ്ങളിൽ നമുക്കിങ്ങനെ കാണാം 2 സൈഡിൽ നിന്നും മരങ്ങൾ ഇങ്ങനെ റോട്ടിലേക്ക് ചാഞ്ഞ് മുകളിൽ മരങ്ങളായിട്ട് താഴേക്കൂടെ വണ്ടികൾ പോണ ആ ഒരു വഴി നമുക്ക് നല്ലൊരു ഭംഗി തോന്നും. അങ്ങനത്തെ വഴിയൊക്കെ എത്തുമ്പോൾ നല്ല രസം അങ്ങനെ കാണാൻ. ഇവിടെ എന്ത് നല്ല സീനറി എന്ന് നോക്കിയേ. അങ്ങ് പുറകില് നമുക്ക് മലയൊക്കെ കാണാം കേട്ടോ. അടിപൊളി. അങ്ങ് പുറകിലേക്ക് മലയുടെ ഒരു ചെറിയ ഭാഗം കാണാം. അവിടെ കോടമഞ്ഞൊക്കെ കാണാം. നല്ല ഭംഗിയുണ്ട് ആ ഒരു ഏരിയ. നമ്മളിങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഏറ്റവും താഴ്ന്നൊരു സ്ഥലത്തേക്ക് എത്തിയേക്കാണ്. ഇനി ഇവിടുന്ന് കയറുമായിരിക്കും മുകളിലെന്ന് പറഞ്ഞത്. കുറച്ച് മുകളിൽ പോയിട്ടാണ് ഈ ടെമ്പിൾ എന്ന് പറഞ്ഞത്. ഇനി വേണമെങ്കിൽ പയ്യെ മുകളിലേക്ക് കയറുമായിരിക്കും. കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കയറിയാലും വീണ്ടും ഇറങ്ങണമെന്നും കാണാം. ഏറ്റവും ഇവിടെ മഴയുണ്ട്. മഴയും വെയിലും. ഞങ്ങൾ ചെറുപ്പത്തിലേക്ക് പറയാറുണ്ട് മഴയും വെയിലും എന്ന് പറഞ്ഞാൽ കുറുക്കൻ്റെ കല്യാണമെന്ന്. നിങ്ങൾ അങ്ങനെയൊക്കെ പറയാറുണ്ടോ? കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞങ്ങളുടെ ചെറുപ്പത്തിലേക്ക് ഞങ്ങളുടെ വീട്ടിലൊക്കെ പറയും മഴയും വെയിലും കാണുന്ന കുറുക്കൻ്റെ കല്യാണം, ഇന്ന് കുറുക്കൻ്റെ കല്യാണം എന്ന് പറയും.
അവിടെ ഫുൾ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നല്ല ഹില്ലി ഏരിയയാണ്. അടുത്ത സൈഡിലൊക്കെ ഇങ്ങനെ മരങ്ങളൊക്കെ നല്ല ഹൈറ്റിൽ നിൽക്കുന്നത് കാണാം നമുക്ക്. ഒരു വണ്ടി നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്, 2 എണ്ണം ഉണ്ട്. അവരൊക്കെ അങ്ങോട്ടേക്ക് ആയിരിക്കും. അപ്പോൾ ദാ വെൽക്കം ടു ശ്രീ ക്ഷേത്ര ഭാഗവണ്ടേശ്വര എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അവിടെ. എന്തായാലും മുഴുവൻ വായിച്ചില്ല. അതിന് മുമ്പ് നമ്മൾ കടന്നു, ഉള്ളിലേക്ക് കടന്നു. അങ്ങനെ നമ്മുടെ ഏരിയ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു ടെമ്പിള് കാണാൻ പോണ ടെമ്പിള്. അതാ കാണുന്ന ടെമ്പിള്. ഇവിടെ നമുക്ക് ചെറിയൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഇതാ ഞാൻ മനസ്സിലൊക്കെ ഓർത്തത് ഏതോ വലിയ മലയുടെ മുകളിലാണ് അമ്പലം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ എന്തായാലും ഇവിടെ വന്നപ്പോൾ അതൊക്കെ മാറി. ഭാഗവണ്ടേശ്വര ടെമ്പിൾ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ അത് താഴെ തന്നെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല, വേഗത്തിലെത്തി. ഇപ്പോൾ ഇവിടെ മഴയൊന്നുമില്ല, മഴ പൊടിയണ പോലും ഇല്ല. അപ്പം എന്തായാലും റെയിൻ കോട്ടൊന്നും ഇപ്പം എടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. നമുക്ക് പോയി കാണാം. പോവാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിങ്ങനെ ഇതിലേ നടക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ വഴി. ഈ വഴി കൂടെ നമുക്ക് ഇറങ്ങി നടക്കാം. ഇവിടെയൊക്കെ ഫുള്ളി ഹില്ലി ഏരിയയാണ്. ഇതിൻ്റെ അമ്പലത്തിൻ്റെ പുറകിലേക്കൊക്കെ അതേ കണ്ടോ, പുറകുവശമൊക്കെ അങ്ങനെയാണ്. പക്ഷേ അമ്പലം അങ്ങനെ ഹില്ലിലൊന്നല്ല കേട്ടോ. അമ്പലം ഇവിടെ നോർമൽ സാധാ ഫ്ലോറിൽ തന്നെയാണ് അമ്പലം. പക്ഷെ പുറകിൽ നല്ല വലിയ മലയാണ്. ഇവിടെയൊക്കെ മരങ്ങൾ ഇങ്ങനെ. കുറച്ചും കൂടെ സെൻട്രലിലേക്ക് വാ, കുറച്ചും കൂടെ. ഫോട്ടോ എടുത്തു. ഞാനിനി വീഡിയോ കൂടി എടുക്കട്ടെ. അടിപൊളി, സൂപ്പർ. ഞാനും പോയി ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കട്ടെ കേട്ടോ. ഇവിടെ നമുക്ക് ഡ്രസ് കോഡ് പ്രശ്നമാണ്. അപ്പോൾ അത് തന്നെ കൊണ്ട് ഇവർക്കൊന്നും കയറാൻ പറ്റില്ല. ഇവർ ഷോർട്ട്സും ടീഷർട്ടൊക്കെ ഇട്ടേക്കണം. അപ്പോൾ അത് അലൗഡ് അല്ലാന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കയറാൻ പറ്റില്ല, ഞങ്ങൾക്ക് കയറാം. അപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് വേഗം വരാം. അപ്പോൾ ഞങ്ങൾ ടെമ്പിളിൻ്റെ അകത്തേക്ക് പോയി വലിയ കാര്യമായിട്ടൊന്നും അതിനകത്ത് കാണാൻ ഇല്ല. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് മാത്രം കണ്ട് പോന്നു. ഇപ്പോൾ പുറത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയാട്ടോ. ഞങ്ങൾ കയറിപ്പോയ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നല്ല മഴ പിടിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ റെയിൻ കോട്ടൊക്കെ എടുക്കണം. റെയിൻ കോട്ട് ഇവിടെ തന്നെ വണ്ടി അടുത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് അവർ ആണുങ്ങൾക്ക് അലൗഡ് അല്ലായിരുന്നു. പാൻസും ഷർട്ടും ഇട്ടവർക്ക് മാത്രമേ അലൗഡുള്ളൂ ഉള്ളിലേക്ക് വരാൻ. പാൻറ്റും ഷർട്ടും ഉണ്ടെങ്കിൽ ഓക്കെ. അല്ലാത്തവർക്ക് ഷോർട്ട്സൊക്കെ ഇട്ടൊന്നും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അലൗഡല്ല. അപ്പോൾ അവരിന്ന് മഴ കാരണം ഷോർട്ട്സ് ഇട്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് അലൗഡല്ല. അവർ വണ്ടിയുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി അവർ റെയിൻ കോട്ടും കൊണ്ട് വന്നാലേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഞങ്ങൾ അങ്ങനെ എന്തായാലും മഴ കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ്. ഇവിടെ കണ്ട അങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ഡ്രസ്സൊന്നും ഇട്ടിട്ട് ഈ ടെമ്പിളിലേക്ക് കയറാൻ പറ്റില്ല. ക്രോസും ടിക്കൊക്കെ ഇട്ടേക്കണ കണ്ടോ. അപ്പോൾ അവർക്കങ്ങനെ കയറാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് കാണാനൊന്നും ഇല്ല ഇവിടെ. ജസ്റ്റ് ഒന്ന് കണ്ട് അങ്ങനെ പോകുന്നു. ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവാണ്. അവർ നടന്നതേ അവിടെ. മഴ മാറിയപ്പോൾ എല്ലാവരും ഇറങ്ങി. ഇനി ഏതാണ് അടുത്ത സ്ഥലമെന്ന് ഇവിടെ ഡ്രൈവർ പറയും. നമ്മുടെ ലിസ്റ്റിലുണ്ട് കേട്ടോ. ഇന്നലത്തെ പരശുറാം ടെമ്പിള് ബാക്കി നിൽപ്പുണ്ട്. അപ്പോൾ അവിടേക്കും കൊണ്ടുപോകുമെന്ന് അറിയില്ലെന്ന്. ഇന്ന് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ടെമ്പിള് കണ്ടു. ഇനി അടുത്ത ടെമ്പിളിലേക്ക് പോവാണ്. ഇവിടെ വേറൊരു ടെമ്പിളും കൂടിയുണ്ട്, തല കാവേരി എന്ന് പറയുന്ന അവിടെ ഒരു ടെമ്പിളുണ്ട്. അത് ഇവിടുന്ന് 13 കിലോമീറ്റർ ആകില്ലേ എന്ന് പറഞ്ഞ്. അപ്പോൾ അത് കാണാനായിട്ട് പോകണം. എന്തായാലും നമ്മളിപ്പോൾ പോയ ടെമ്പിള് ശ്രീ ഭാഗവണ്ടേശ്വര ടെമ്പിൾ.
അതിനുള്ളിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ നിന്നൊന്നും എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ ഒരുപാട് കാണാനൊന്നും ഇല്ല അതിനകത്ത്. ഗസ്റ്റുകൾ കണ്ട് വേഗം പോന്നു, അത്ര. ഇനി പോകുന്നിടത്ത് എങ്ങനെയാന്ന് അറിയില്ല. അല്ലെങ്കിൽ ടെമ്പിളിൻ്റെ ഉള്ളിലൊന്നും അലൗഡ് ആയിരിക്കില്ല, പുറത്തുനിന്നൊക്കെ എടുക്കാന്ന് മാത്രം. നല്ല ബോഗേൻ വില്ല ഇവിടെ ഉണ്ട് കേട്ടോ. ബോഗേൻ വില്ല ഇവിടെ 2 സൈഡുകളിലും പല സ്ഥലങ്ങളിലും കണ്ടായിരുന്നു, പല പല കളറില്. ഇവിടെ ഈ കൂർഗ് എന്ന് പറയുന്ന സ്ഥലത്തിന് അവർ പറഞ്ഞത് മിനി സ്കോട്ട്ലാൻഡ് എന്നാണ് ഈ പേര്, ഈ സ്ഥലം അറിയപ്പെടുന്നതെന്നാണ്. കൂർഗ് മിനി സ്കോട്ട്ലാൻഡ്. നല്ല ബ്യൂട്ടി കേട്ടോ ഇവിടുത്തെ സീനറി, അടിപൊളി. മഴയൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അങ്ങനത്തെ ഒരു ഏരിയ. എന്ത് ഗ്രീനറി നോക്കി, ഇവിടെയൊക്കെ ഫുൾ ഗ്രീനറിയാണ്. അപ്പം അങ്ങനെ നമ്മളെത്തി ശ്രീ തല കാവേരി ടെമ്പിൾ. അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് കിടക്കാൻ പോവാം. ഇവിടെയും അതേ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് കിടക്കാൻ പറ്റില്ല. ഇവർ രണ്ടുപേരും ഷോർട്ട്സ് ഇട്ടേക്കണം. അപ്പോൾ അതാണ് കൊണ്ട് ഇത് വിട്ട് ഇവരെ അങ്ങോട്ട് കടത്തില്ല. പിന്നെ നമ്മുടെ പെണ്ണുങ്ങൾ ടീമുകളൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ മല റോഡൊക്കെ വളഞ്ഞും തിരിഞ്ഞൊക്കെ വരണ കൊണ്ടേ അവർക്ക് ഒരു ഇറങ്ങാനൊരു വിഷമം, തലയ്ക്ക് കനം പോലെ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുക. അവിടേക്ക് ഇങ്ങനെ ഭയങ്കര കോടമഞ്ഞും കാറ്റും മഴയും. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് കയറണ്ടാന്ന് വെച്ചു. കുറേ സ്റ്റെപ്പ് കയറിയിട്ട് വേണം അങ്ങോട്ട് പോകണമെങ്കിൽ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. അതും ചെറിയൊരു ടെമ്പിളാണെന്ന് പറഞ്ഞത്. ഒരുപാട് കാണാനൊന്നുമില്ല, പക്ഷെ സ്റ്റെപ്പുകൾ ഇങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. കാറ്റും മഞ്ഞൊക്കെയാണ്. അപ്പം ഞങ്ങളിതാ തിരിച്ചു പോകണം. മഴ കാരണം പിന്നെ ഉള്ളിൽ കയറണല്ലേ. സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് കയറി പോകാൻ അത്രയും സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് അവിടേക്ക് എത്തണമെങ്കിൽ. ഭയങ്കര കോടമഞ്ഞും കാറ്റും. ഈ സൈഡിലൊക്കെ ആയാലും ഭയങ്കര മഞ്ഞാട്ടോ. കണ്ടോ, ഒന്നും കാണില്ല, ഫുൾ മഞ്ഞാണ്. മഞ്ഞ് മഴയും പെയ്യുന്നുണ്ട്, മഞ്ഞും ഉണ്ട്. അപ്പോൾ പിന്നെ തിരിച്ചു പോകാം. തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവാം നമുക്ക്. Right now it doesn't even matter. It's too late not to let it go. And that's why I wish you the best and say goodbye. You start to get dressed and then we cry. 'Cause we both know it's gonna hurt, but not as much as this does. We had a good run. ചേട്ടൻ്റെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയില്ല, പുറത്തുനിന്നൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് പോന്നു. അപ്പോൾ അവിടെ പെട്ടെന്ന് അങ്ങനെ കോടമഞ്ഞ് വരെയും പോവുകയും ചെയ്യണം. ചില സമയത്ത് ക്ലിയർ ആവുന്നുണ്ട്, പക്ഷെ ചില സമയത്ത് ഭയങ്കര മഞ്ഞ, ഒന്നും കാണാനില്ല. ഇനിയിപ്പോൾ നമ്മൾ മടിക്കിരി, നമ്മുടെ കൂർഗ്, അവിടെ ഉള്ള അവിടെയുള്ളൊരു ഫോർട്ട് കാണാൻ പോണ്. പിന്നെ ഫോർട്ട് കൂടാണ്ട് വാട്ടർഫോൾസ് ഉണ്ട്, അബ്ബി വാട്ടർഫോൾസ്. അപ്പോൾ അതൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഈ അടുത്തത് പോകുന്നത് നമ്മൾ. നമ്മളിങ്ങനെ തിരിച്ചു വരുന്ന വഴിയാണ്. നമ്മൾ തിരിച്ചു വരുന്ന വഴി ഇനി 2-3 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ വഴികൾ മൊത്തം ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞുള്ള വഴികൾ. അതേപോലെ തന്നെ കയറ്റ ഇറക്കമൊക്കെയാണ് കേട്ടോ. ചിലയിടത്തൊക്കെ ഇങ്ങനെ മല കയറുന്ന പോലെ, ചിലയിടത്ത് മല ഇറങ്ങുന്നു. അങ്ങനത്തെ സ്ഥലങ്ങൾ കയറ്റ ഇറക്കും നിറച്ച് വളഞ്ഞുള്ള വഴികളും. അങ്ങേ സൈഡിലൊരു മല കാണാം, അങ്ങേ അറ്റത്ത്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണിത്. അതും മഴയൊന്നും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, അടിപൊളി സീനറിയാണ്. മഴയും കൂടി ആയപ്പോൾ നമുക്ക്
മഴയത്ത് ഇറങ്ങി നടന്ന് കാണാനൊന്നും പറ്റില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം. ഫുൾ ഗ്രീനറി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ സ്ഥലം ഇഷ്ടപ്പെടും. അടിപൊളി കരിമ്പച്ച, ലൈറ്റ് പച്ച, അങ്ങനെ ഏത് കളർ വേണമെങ്കിലും ഉണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ടെമ്പിള്. പക്ഷെ നമ്മളത് കാണാൻ ഉള്ളിലേക്ക് പോകണില്ല. അവിടെയും സെയിം ബോർഡ് കൊടുത്തേക്കാണ്. അപ്പം ഇവർക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല. ഷോർട്സ് ഒന്നും അലൗഡ് അല്ല. ഷോർട്സ് ഇട്ട് അങ്ങോട്ടേക്ക് കടപ്പില്ല. ടെമ്പിളിൻ്റെ 4 ദിവസത്തേക്കൊണ്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ കണ്ട് നമ്മൾ പോകണം. ശ്രീ ഓംകാരേശ്വര ടെമ്പിൾ. Look at you so bright, 멈추수 없어 지금이야. Oh, I'll take you to the moon. അപ്പം അതും കഴിഞ്ഞ് നമ്മൾ ഇനിയും തിരിച്ചു പോവാം. ഇവിടെ നോക്കിയാൽ എന്ത് ചെത്തിപ്പൂവാന്ന് നോക്കിയാൽ എന്ത് രസമാണ്. ഓ, നിറച്ച് ചെത്തിപ്പൂ, നല്ല ഭംഗി കാണാൻ, അടിപൊളി. കട്ടയായിട്ട് ചെത്തി. പിന്നെ നമ്മൾ അടുത്തത് ഹോട്ടലിലേക്ക് പോകണം, ഫുഡ് കഴിക്കാനായിട്ട്. സമയം 1:15. ഫുഡ് കഴിച്ചിട്ട് നമുക്കിനി ഒരു വാട്ടർഫോൾ കാണാനുണ്ട്. അപ്പോൾ അത് കാണാൻ പോകണം. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയേക്കട്ടോ അവിടെ. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം അബ്ബി ഫോൾസ് കാണാൻ വേണ്ടി പോണത്. അപ്പം ആദ്യം ഫുഡ് കഴിക്കാൻ ഇറങ്ങണം. ഈ ഹോട്ടൽ അടച്ചിട്ടേക്കാം. അപ്പോൾ നമുക്ക് വേറെ ഹോട്ടലിൽ പോവാം. വേറെ ഹോട്ടലിലേക്ക് വന്നേക്കാണ് ഫുഡ് കഴിക്കാനായിട്ട്. ഇതിലേക്ക് ഇങ്ങനെ വെള്ളം ഭയങ്കര സ്പീഡിൽ, ഭയങ്കര ഒഴുക്കാട്ടോ. ഇവിടെ വണ്ടിക്കാരൻ ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ പുറകിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അടുത്ത ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ആവശ്യം നല്ല വലിയൊരു ഹോട്ടലാട്ടോ. ഇവിടെ സ്പൈസസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് വിൽക്കാൻ. ഇങ്ങോട്ടേക്ക് കടന്നു വരുമ്പോഴേക്കും തന്നെ ഭയങ്കര സ്മെല്ലാട്ടോ. സ്പൈസസിൻ്റെ ഒക്കെ നല്ല അടിപൊളി മസാല സ്മെല്ലാണ്. സൂപ്പറായിട്ട് എല്ലാം അങ്ങനെ പല ക്വാളിറ്റിയുള്ള ഐറ്റംസുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കറുകപ്പട്ടയൊക്കെ ഇങ്ങനെ ഉണ്ടോ, പല ക്വാളിറ്റി. ഒരു സെറ്റ് ഇവിടെ, ഒരു സെറ്റ് അവിടെ, അങ്ങനെ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഏലക്കായൊക്കെ വെച്ചൊക്കെ ഉണ്ടോ, അടിപൊളി. ഞങ്ങളിപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. മെനു ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ ഫുഡൊക്കെ വന്നു. പല ഐറ്റംസ് ഉണ്ടോ. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഓർഡർ കൊടുത്തേക്കണം. പൊറോട്ട, ബട്ടർ ചിക്കൻ കറി, ആന്ധ്ര ചിക്കൻ കറി, ജീര റൈസ്, അങ്ങനെ പല ഐറ്റംസാണ് എല്ലാവരും ഓർഡർ കൊടുത്തേക്കണം. ഇവിടെ നമ്മുടെ ജീര റൈസ് വന്നു. പിന്നെ എന്തൊക്കെ ഗ്രേവി ഉണ്ട്, ചെള്ളാസ് ഉണ്ട്. ഇത് എന്താണ്, ചിക്കൻ ടിക്ക ബിരിയാണി. ഇത് ജീര റൈസ്. അപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോകണം. ഇനി എവിടേക്കൊക്കെ കൊണ്ടുപോകാം, എവിടേക്കൊക്കെ പോകണമെന്നൊക്കെ വണ്ടി കയറി കഴിയുമ്പോൾ ഡ്രൈവർ ചേട്ടൻ പറയുന്നതനുസരിച്ച് നമ്മൾ നീങ്ങും. പോവാ. ഇനി ഞങ്ങളെടുത്തത് വാട്ടർഫോൾസ് കാണാൻ പോവാണ്. അബ്ബി വാട്ടർഫോൾസ്, അത് കാണാൻ പോവാം. ഞങ്ങൾ ഹോട്ടലിലിരുന്ന സമയത്തൊന്നും മഴയുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് മഴയ്ക്ക് പെയ്യണം എന്നിങ്ങനെ തോന്നുന്നുണ്ട്, ചെറുതായ ഒരാഗ്രഹം. ഇങ്ങനെ കുറച്ച് ഹൈറ്റുള്ള സ്ഥലത്തേക്കാണ് പോണേ. വണ്ടി ഇങ്ങനെ കയറി പോകുന്നുണ്ട്. കയറി പോകണോ അന്ന് തോന്നുന്നു. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മളിവിടെ എത്തുമ്പോഴേക്കായിരിക്കും മഴ വരണം. നല്ല രസം കേട്ടോ, നല്ല ഭംഗിയെ കാണാൻ.
ഇവിടെ പല പല വാട്ടർഫോൾസ് ഉണ്ട്. പക്ഷേ നമുക്ക് പറഞ്ഞിരിക്കുന്ന വാട്ടർഫോള് അബി വാട്ടർഫോൾസ് ആണ്. വേറെ ഉണ്ട് 2-3 അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഞാൻ കണ്ടു. പക്ഷേ നമ്മളെ അവിടേക്കൊന്നും കൊണ്ടുപോകണില്ല. നമ്മളെ അബി വാട്ടർഫോൾസിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ എന്താ കൂപ്പണോ പേപ്പറോ എന്തെങ്കിലൊക്കെ കീറി കൊടുക്കണുണ്ട്. അച്ഛാ ഓക്കെ. അബ്ബി ഫോൾസ് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് എൻട്രി. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. വാട്ടർഫോൾ കാണാൻ വേണ്ടി നടന്നു വരുന്ന ആൾക്കാരാണ്. വാട്ടർഫോള് അടിപൊളി സൂപ്പർ. അവിടെയൊക്കെ പിടിച്ച് റെയിൻകോട്ട് ഇട്ടിട്ട് വാട്ടർഫോള് കുറച്ച് അനുഭവം. എന്ത് കുത്തനെ നോക്കി വെള്ളം വന്ന് വീഴുന്നത്. കിട്ടുന്നുണ്ട് ഇതെല്ലാം കിട്ടുന്നുണ്ട്. അങ്ങോട്ട് അടുത്തേക്ക് പോയാൽ കിട്ടാൻ സാധ്യത. മുകളിലേക്കെല്ലാം കിട്ടുന്നുണ്ട്. ഈ വെള്ളമല്ല, അതിന്റെ മോളിന്ന് പറഞ്ഞ മനുണ്ട. അതേ ആ മോളിൽ. ഞങ്ങൾക്ക് നല്ല സൂപ്പർ ഫോട്ടോയും വീഡിയോയും വേണം. അതുകൊണ്ട് ഇപ്പോഴാണെങ്കിൽ മഴ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പം റെയിൻകോട്ട് ഊരി ഫോട്ടോ വീഡിയോ എടുക്കാൻ. വീഡിയോസൊക്കെ എടുത്ത് തിരിച്ചു പോകണേ. വലിയ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ മഴ നിന്നു. പോരുന്ന വഴിയിലൊക്കെ മഴയായിരുന്നു. റെയിൻകോട്ടൊക്കെ എടുത്തിടേണ്ടി വന്നു. മഴ വീണ്ടും മാറി. മഴ വന്നും എന്താ പറയുക, മഴ വന്നും പോയി ഇരിക്കുകയാണ്. ഞങ്ങളിനി തിരിച്ച് കയറാണ് വണ്ടിയിലേക്ക്. വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് കുറച്ച് ദൂരെയാണ്.
നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ടേക്ക് എത്തിയേ. അപ്പൊ ഇനി നമ്മൾ കയറി പോകണം. അപ്പൊ ഞങ്ങളങ്ങനെ അബി വാട്ടർഫോൾസ് എല്ലാം കണ്ട് തിരിച്ചു പോകണം. ഇനി നമ്മൾ പോകുന്നത് മടിക്കിരി ഫോർട്ട് കാണാനാണ്. അപ്പോൾ ഫോർട്ട് കാണിക്കാൻ വേണ്ടി ചേട്ടൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്ക് പോകണം. അബി വാട്ടർഫോൾസ് ഞങ്ങൾ കണ്ടു. മടിക്കിരി ഫോർട്ട് കാണാൻ പോവാണ്. അവിടേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് കടന്നു പോകണം. ടൂറിസ്റ്റുകൾ ഒത്തിരി വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മഴയാണെങ്കിലും. നമ്മൾ ഫോർട്ട് കാണാൻ പോകണം. ഫോർട്ട് മടിക്കിരി ഫോർട്ട്, കൂർഗിലുള്ള ഫോർട്ട് കാണാൻ പോവാം. 2 ആനകളുടെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് അവിടെ, വലിയ സ്റ്റാച്ചു. അതിൻ്റെ അടുത്തുനിന്ന് ആൾക്കാർ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളവിടെ നടക്കണം. ഇപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ നോക്കണം. പക്ഷെ ആദ്യം അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഫോർട്ട് കാണാനായിട്ട് അങ്ങ് വഴിയിൽ നിന്ന് നടന്ന് ഇതിലേ വന്ന് ഇവിടെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിൽ കൂടെ ഇങ്ങനെ കയറി നമ്മൾ മുകളിലെത്തി. അപ്പോൾ മുകളിലെത്തിയത് അങ്ങനെ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ആനകൾ കേട്ടോ, വലിയ 2 ആനയുടെ സ്റ്റാച്ചു. ഫുൾ ഗ്രീനറിയാണ് ഈ സ്ഥലം. എനിക്ക് തോന്നുന്നു മഴ വരാനുള്ള കാറ്റാണ്. ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാരൊക്കെ അതാ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പം ഞാൻ ഇങ്ങനെ 1-2 ഫോട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഫോർട്ട് കാണാൻ വേണ്ടി നടക്കണം. ഞങ്ങളിങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ അടിച്ചു വരണം. അപ്പോഴേ ഫോർട്ട് കാണാൻ പറ്റും. നമ്മുടെ ആൾക്കാർ ഇതാ ഇപ്പോൾ ഫോർട്ടൊക്കെ കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 വശവും വലിയ എന്താ പറയുക മതിൽ കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഫോർട്ടിൻ്റെ മതിൽ കാണാം. വളരെ പഴയൊരു ഫോർട്ടാട്ടോ അത്. കോട്ട മടിക്കിരി കോട്ട. ഞങ്ങളങ്ങനെ ഒരു ട്രിപ്പ് കറങ്ങി വന്നതാ ഫോർട്ടിൻ്റെ ഫ്രണ്ട് വശത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഫോർട്ടിൻ്റെ ഫ്രണ്ട് സൈഡ്. അവിടെ എത്തിയിട്ടുണ്ട്. അതിലായിരുന്നു എൻട്രൻസ്. കുറേ വണ്ടികളൊക്കെ അവിടെ താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് പോകണം. നമ്മുടെ വണ്ടിയും താഴെയാണ് പാർക്ക് ചെയ്തേക്കണേന്ന് അറിയില്ല. അവിടേക്ക് പോയി നോക്കണം. ഭയങ്കര കാറ്റവിടെ, കാറ്റ്. ചേട്ടനനിയനും കാഴ്ചകളൊക്കെ കണ്ട് മുമ്പിലോട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇവിടെ വലിയൊരു ടാങ്ക് വെച്ചിട്ടുണ്ട് മുകളിൽ. അപ്പോൾ അതേ നമ്മൾ ഫോർട്ടൊക്കെ കണ്ട് തിരിച്ചു കയറാണ്. ഇനി നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ്. നമുക്ക് വേറെ സ്ഥലങ്ങളൊന്നും കാണിക്കില്ലായിരിക്കും. ഇന്നത്തേക്ക് കഴിഞ്ഞു. ഒരു ചേച്ചിയുടെ കൊടതേ കാറ്റത്ത് തിരിഞ്ഞു പോയതാണ്. ഇപ്പൊ അവരൊക്കെ കൂടെ ശരിയാക്കി നിവർത്തണുണ്ട്. അത് ഒടിഞ്ഞു. ഭയങ്കര കാറ്റാട്ടോ.
ഇന്നത്തെ യാത്രയൊക്കെ ഒരുവിധം അവസാനിച്ചു. ഞങ്ങളിനി തിരിച്ചു പോവാണ്. നാളെ കാണാം. അതെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ ബൈ. ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ ഇരുന്ന് കാഴ്ചകൾ കാണുന്ന ചേട്ടനെ കണ്ടോ? ഈവനിങ്ങിൽ ഞങ്ങൾ ഇന്നത്തെ ടൂറൊക്കെ കഴിഞ്ഞ് നേരത്തെ എത്തി. അപ്പോൾ നല്ല സീനറി കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടികളൊക്കെ പോകുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. കോടമഞ്ഞ് നോക്കി പുറകിൽ അങ്ങ് ദൂരെ ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാം. നല്ല കാറ്റാണ്. കാറ്റത്ത് ഇങ്ങനെ ഇലകളൊക്കെ കിടന്ന് പാറി പറന്ന് നടക്കുക. കാർമേഘം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് കയറി പോകുന്നുണ്ട്.